ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അരുൺ വൈഗ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 20 തിയേറ്ററിലെത്തിയ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK ചിത്രം ഇന്നലെ വെള്ളിയാഴ്ചയോടെ 22 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. വളരെ സൈലന്റായി അത്യാവശ്യം മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന സിനിമ കൂടിയാണ് UK. ചിത്രത്തിൽ രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, ഇന്ദ്രൻസ്, അൽഫോൺസ് പുത്രൻ, മനോജ് കെ ജയൻ, റോണി ഡേവിഡ് രാജു, മഞ്ജു പിള്ള, സാരംഗി ശ്യാം എന്നിങ്ങനെയാണ് താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ഈ സിനിമ ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ മികച്ച ഹോൾഡ് നിലനിർത്തുന്നുണ്ട്. ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 22 ദിവസം കൊണ്ട് കേരളത്തിൽ 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 2 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ വളരെ മികച്ച അഭിപ്രായവും അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷനും നേടിയെടുക്കുന്നുണ്ട്. ജൂലൈ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ധീരൻ. നവാഗതനായ ദേവദത്ത് ഷാജി തിരക്കഥ സംവിധാനം ചെയ്ത ഈ ക്രൈം കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. ചിത്രത്തിൽ രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, സിദ്ധാർത്ഥ് ഭരതൻ, വിനീത്, സുധീഷ്, അശോകൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് ഏകദേശം 1,80,00,000 റേഞ്ചിലായിരുന്നു. 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,95,00,000 റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 2,25,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ബിപിൻ ജോർജ് നായകനായി ഷാനു കാക്കൂര്, ഷാഫി എപ്പിക്കാട് എന്നിവർ ചേർന്ന് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് കൂടൽ. ചിത്രത്തിൽ മറീന മിഖായൽ, കുര്യൻ, ഗജരാജ്, വിനീത് തട്ടിൽ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 47 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും വിദേശ സിനിമകൾ വന്ന് കാശ് വരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇന്നലെ ജൂലൈ 11 വെള്ളിയാഴ്ച ഇന്ത്യയിൽ റിലീസ് ചെയ്ത അമേരിക്കൻ സിനിമയാണ് സൂപ്പർമാൻ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഈ സിനിമ 7 കോടി നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലും ഇന്നലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് സൂപ്പർമാൻ തന്നെയാണ്. ചിത്രം ഇന്നലെ കേരളത്തിൽ ഏകദേശം 60-65 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ജൂൺ 27 തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറുന്ന ഫോർമുല 1ന്റെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസത്തെ വിശദമായ കളക്ഷൻ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലും ഈ സിനിമ മികച്ച കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 14 ദിവസം കൊണ്ട് ഏകദേശം 5,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 15-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയുടെ കേരളത്തിലെ കളക്ഷൻ 6 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. അതേസമയം 14 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 73,60,00,000 രൂപയാണ്. ലോകമെമ്പാടുമായി 2,650 കോടി രൂപയാണ് 14 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെ ജുറാസിക് വേൾഡ് റീബർത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ 55 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 66 കോടി രൂപയുമാണ്. 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 3,100 കോടി രൂപയുമാണ്. അതേസമയം ഈ സിനിമ കേരളത്തിൽ ഇന്നലെ വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 4,50,00,000 റേഞ്ചിലുമാണ്. ഇന്നലെ തിയേറ്ററിലെത്തിയ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് മാലിക്. പുള്ളുഗീത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജ്കുമാർ റാവു, പ്രസേൻജിത്ത് ചാറ്റർജി, മാനുഷി ചില്ലർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 3,35,00,000 രൂപയും ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 4,60,00,000 രൂപയുമാണ്. വിദേശ കളക്ഷൻ ലഭ്യമായിട്ടില്ല. ഇന്നലെ ജൂലൈ 11 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ആങ്കോൺ കി ഗുസ്താഖിയാൻ. മാൻസി ബാംഗ്ല തിരക്കഥ എഴുതി സന്തോഷ് സിംഗ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിക്രാന്ത് മാസി, ഷാനയ കപൂർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം വേണ്ടത്ര കളക്ഷൻ നേടിയെടുക്കാനായിട്ടില്ല. ആദ്യ ദിവസം ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 40 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി ഏകദേശം 50 ലക്ഷം റേഞ്ചിലുമാണ് നേടിയെടുത്തിട്ടുള്ളത്. വളരെ പരിതാപകരമായ തുടക്കമാണ് ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് നേരിട്ടിരിക്കുന്നത്. ആമിർ ഖാന്റെ സിത്താരെ സമീപർ തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വെള്ളിയാഴ്ചയുടെ 22 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 154,35,00,000 രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 21 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 184,35,00,000 രൂപയുമാണ്. GCC ഓവർസീസ് കളക്ഷനായി 21 ദിവസം കൊണ്ട് 54 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 238,35,00,000 രൂപയാണ് ആദ്യ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. കാജോൾ പ്രധാന താരമായി വിശ്വാൽ ഫീരിയ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ഹോളിവുഡ് ഹൊറർ സിനിമയാണ് മാ. ചിത്രം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 34,30,00,000 രൂപയും ഗ്രോസ് കളക്ഷനായി 40,85,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി 6,15,00,000 ഉൾപ്പെടെ 14 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 47 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം 15-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമയ്ക്ക് 20 ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. ടോട്ടൽ 34,50,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 15 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകളിലായി 10ഓളം സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.